അടുത്തതായി നമ്മൾ ഡേറ്റ് ആൻഡ് ടൈമുമായി ബന്ധപ്പെട്ട കുറച്ച് ഫങ്ഷൻസുകളാണ് പഠിക്കാൻ പോകുന്നത്. സോ ആദ്യമായി നമ്മുടെ കയ്യിൽ ഹവർ, മിനിറ്റ്, സെക്കൻഡ് എന്ന് പറയുന്ന 3 ഡീറ്റെയിൽസ് വ്യത്യസ്ത കോളങ്ങളിലായിട്ടുണ്ട്. സോ ഹവർ എന്ന് പറയുന്നത് 10, മിനിറ്റ് 54, സെക്കൻഡ് 33. സോ ഈ വ്യത്യസ്ത സെല്ലുകളിലുള്ള ഈ ഡീറ്റെയിൽസുകളെല്ലാം കൂടി നമ്മൾ ഒരൊറ്റ സെല്ലിലാക്കി കൊണ്ടുവരുന്നു. അതിനുപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. സോ ഇത് സമയവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ ടൈം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. സോ നമ്മൾ ഇൻസേർട്ട് ഫംഗ്ഷനിൽ പോകുന്നു, ടൈം എന്ന് സെർച്ച് ചെയ്യുന്നു, ശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു. സോ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ ഹവർ, മിനിറ്റ്, സെക്കൻഡ് എന്നിവ ചോദിക്കും. സോ നമുക്ക് വേണ്ട സെല്ലുകളെല്ലാം ഇതിൽ ആരോയിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. സോ ആദ്യമായി ഹവർ ഞാൻ സെലക്ട് ചെയ്യുന്നു, ശേഷം മിനിറ്റ് സെലക്ട് ചെയ്യുന്നു, ശേഷം സെക്കൻഡ് സെലക്ട് ചെയ്യുന്നു, ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുള്ള വ്യത്യസ്ത സെല്ലുകളിൽ ഉണ്ടായിരുന്ന ഹവർ, മിനിറ്റ്, സെക്കൻഡ് എന്നീ ഡീറ്റെയിൽസ് ഒരൊറ്റ സെല്ലിലായി നമുക്ക് ഈ ഒരു രൂപത്തിൽ ലഭിക്കും. 10 hour 54 minutes 33 seconds എന്ന്. ശേഷം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അത് ഇവിടുന്ന് ടൈം ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷനാണ് ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇതും വ്യത്യസ്ത കോളങ്ങളിലുള്ള ഒരു ഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇയർ, മന്ത്, ഡേ എല്ലാം വ്യത്യസ്ത സെല്ലുകളിലാണുള്ളത്. ഇവയെല്ലാം ഒരുമിച്ച് നമ്മൾ ഒറ്റ സെല്ലിലോട്ട് മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന നമ്മൾ നേരത്തെ ഉപയോഗിച്ച ടൈം ഫംഗ്ഷൻ അതുപോലെയുള്ളൊരു ഫംഗ്ഷനാണ് ഡേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ സെല്ല് സെലക്ട് ചെയ്ത ശേഷം ഇൻസേർട്ട് ഫംഗ്ഷൻ ഡേറ്റ് എന്ന് എൻ്റർ ചെയ്യുന്നു. സോ നമുക്കിവിടെ കാണാം ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ അത് സെലക്ട് ചെയ്യുന്നു. ശേഷം നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത പോലെ ഇവിടെ ഇയർ, മന്ത്, ഡേ എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ആദ്യം ഇയർ സെലക്ട് ചെയ്യുന്നു, ശേഷം മന്ത് സെലക്ട് ചെയ്യുന്നു, ശേഷം ഡേ സെലക്ട് ചെയ്യുന്നു, ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 വ്യത്യസ്ത കോളങ്ങളിലുണ്ടായിരുന്ന ഡീറ്റെയിൽസ് എല്ലാം കൂടി ഒരൊറ്റ സെല്ലിൽ നമുക്ക് ലഭ്യമാവുന്നതാണ്. ശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇത് നമ്മൾ പണ്ട് ചെയ്ത പോലെ ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്. ഡേറ്റ് ഈ രീതിയിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെയുള്ള അതേ ഡീറ്റെയിൽസ് നമുക്ക് ഒറ്റ സെല്ലിലായി കമ്പൈൻ ചെയ്ത് ലഭിക്കുന്നതിന് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. പിന്നെ അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡേറ്റ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ടുഡേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ടുഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫംഗ്ഷൻ എൻ്റർ ചെയ്യുന്ന ആ ദിവസത്തെ ഡേറ്റ് നമുക്ക് ആ സെല്ലിൽ ലഭ്യമാവുന്നതാണ്. നമ്മൾ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം ഒന്നുകൂടി ഓക്കെ പ്രസ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇന്നത്തെ ഡേറ്റ്, സോ ഞാനിപ്പോൾ ചെയ്യുന്ന അന്നത്തെ ഡേറ്റായ 19 July 2020 എന്ന് പറയുന്ന ഡേറ്റ് ഇവിടെ ലഭിക്കും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവിടെ നിന്ന് ഫോർമാറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. സോ അടുത്തതായി നൗ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. നൗ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മുടെ കറണ്ട് ടൈം ഡേറ്റിൻ്റെ കൂടെ ടൈമും കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. സോ നമ്മൾ നൗ എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഫംഗ്ഷൻ ഇവിടെ കാണാൻ കഴിയും. ശേഷം നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുക. വീണ്ടും ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മൾ എന്നാണ് എൻ്റർ ചെയ്യുന്നത് ആ ദിവസത്തെ ഡേറ്റും അതോടുകൂടി ടൈമും കൂടി നമുക്ക് ഈ ഒരു ഫംഗ്ഷനിൽ ലഭ്യമാവുന്നതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് വേണ്ട രീതിയിൽ ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്.